ദൈവനാമത്തിന് മഹത്വം. ലിസി ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ 4-ാം ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 3 പുസ്തകങ്ങളിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുവാൻ ദൈവം കൃപ തന്നു. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ദൈവവചന പഠനത്തിനായിട്ട് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ സംഖ്യ പുസ്തകത്തിൽ നിന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചത് ലേവ്യ പുസ്തകത്തിൽ നിന്നായിരുന്നു. ലേവ്യ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: എന്തിനാണ് യഹോവ മിസ്രയീം ദേശത്ത് നിന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്നത്? നമ്മുടെ ഉത്തരം ഇതാണ്. ലേവ്യ പുസ്തകം 25:38 നാം ഇങ്ങനെ കാണുന്നു: ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരുവാനും നിങ്ങളുടെ ദൈവമായിരിക്കാനും നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് കനാൻ ദേശം തരുവാനും ദൈവമായിരിക്കാനും, അതായത് ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം കൊടുക്കുവാനും അവർക്ക് ദൈവമായിരിക്കാനും. ഇതാണ് ശരിയായ ഉത്തരം. ഇതിൻ്റെ റെഫറൻസ് ലേവ്യ പുസ്തകം 25:38 മാത്രമല്ല, മറ്റ് പല റെഫറൻസും ഉണ്ട്. ഈ ഒരു ഉത്തരം എഴുതി അതിൻ്റെ റെഫറൻസ് എവിടെയൊക്കെയുണ്ടോ അതൊക്കെ എഴുതിയവർക്കും മാർക്കുണ്ടായിരിക്കും. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ലേവ്യ പുസ്തകത്തിൽ തലമുറയായി എന്നേക്കുമുള്ള ആദ്യത്തെ ചട്ടം എന്താണ്? ഉത്തരം ഇതാണ്. ലേവ്യ പുസ്തകം 3:17 നാം ഇങ്ങനെ വായിക്കുന്നു: മേധസ്സും രക്തവും തിന്നരുത് എന്നുള്ളത് നിങ്ങളുടെ സകല വാസ്തവങ്ങളും നിങ്ങളുടെ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് മേധസ്സും രക്തവും തിന്നരുത് എന്നുള്ളതാണ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ദേശത്തെല്ലാവരും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കേണ്ടത് എപ്പോഴാണ്? ഉത്തരം ഇതാണ്. ലേവ്യ പുസ്തകം 25:10 50-ാം സംവത്സരം. നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ്: ബൈബിളിൽ ഒരു പ്രാവശ്യം, അതായത് ലേവ്യ പുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു വീട്ടുപകരണം. ആദ്യ 2 അക്ഷരവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഈ വീട്ടുപകരണം എന്താണ്? പൗലോസ് പറഞ്ഞത് ആരെയാണ്? ഉത്തരം ഇതാണ്. അടുക്കള ഉപകരണം, ചെമ്പുകലം. ലേവ്യ പുസ്തകം 6:28. പൗലോസ് പറഞ്ഞത് ചെമ്പുപണിക്കാരൻ അലക്സാണ്ടറിനെ കുറിച്ച്. 2 തിമോത്തിയോസ് 4:14. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനായിരുന്നു. അതിൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: നേരിയ മാവ്, എണ്ണ, കുന്തിരിക്കം. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഭോജനയാഗം. ലേവ്യ പുസ്തകം 2:1 നാം ഇങ്ങനെ വായിക്കുന്നു: ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവൻ്റെ വഴിപാട് നേരിയ മാവായിരിക്കണം. അവൻ അതിന്മേൽ എണ്ണ ഒഴിച്ച് കുന്തിരിക്കവും ഇടണം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: പുളിച്ചതും തേനും. ഇതിൻ്റെ ഉത്തരം വരുന്നത് ദഹനയാഗം. ലേവ്യ പുസ്തകം 2:11 നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാഗവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത്. പുളിച്ചതൊന്നും യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം: അപ്പം, മലര്, കതിര്. ഇതിന് ഉത്തരം വരുന്നത് വഴിപാട്. ലേവ്യ പുസ്തകം 23:14 നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ, മലരാകട്ടെ, കതിരാകട്ടെ തിന്നരുത്. നിങ്ങളുടെ സകല വാസ്തവങ്ങളിലും ഇത് തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: 7-ാം മാസം 10-ാം തീയതി. ഇതിൻ്റെ ഉത്തരം വരുന്നത് ആത്മതപനം. ലേവ്യ പുസ്തകം 16:29 നാം ഇങ്ങനെ വായിക്കുന്നു: ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. 7-ാം മാസം 10-ാം തീയതി നിങ്ങൾ ആത്മതപനം ചെയ്യണം. സ്വദേശിയും നിങ്ങളുടെ ഇടയിൽ പറക്കുന്ന പരദേശിയും യാതൊരു വേലയും ചെയ്യരുത്. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാനുള്ള അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: അന്യായം. ഇതിൻ്റെ ഉത്തരം വരുന്നത് ന്യായവിസ്താരം. ലേവ്യ പുസ്തകം 19:15 നാം ഇങ്ങനെ വായിക്കുന്നു: ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത്. എളിയവൻ്റെ മുഖം നോക്കാതെയും വലിയവൻ്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരനോട് നീതിയോടെ ന്യായം വിധിക്കണം. ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരിയുത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ശരിയുത്തരം അയച്ചുകൊണ്ട് വിജയിയായിരിക്കുന്നത് സിസ്റ്റർ സീന പോൾ. രണ്ടാമതായി ശരിയുത്തരം വെച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം. ഈ ഉത്തരമെല്ലാം ശരിയാണ് ഈ സിസ്റ്ററിൻ്റെ, എന്നാൽ ആദ്യത്തതിൻ്റെ റെഫറൻസ് തെറ്റാണ്. രണ്ടാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം വെച്ചിരിക്കുന്നത് സുഗിത സുനിൽ. മൂന്നാമതായി ജിൻസി SL. നാലാമതായി ഗീത വർഗീസ്. അഞ്ചാമതായി ബിനി മനോജ്. ആറാമതായി ശുഭ മനോ. ഏഴാമതായി ജെറി മാത്യു. എട്ടാമതായി ഷീബ ആർ ജസ്റ്റിൻ. ഒൻപതാമതായി
ഷീബ ഫെയ്ത്ത്. 10ാമതായി എലിസബത്ത് സാം. ഇത്രയും പേരാണ് ലേവ്യ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയച്ചുകൊണ്ട് 10 സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ പങ്കെടുത്തു. ചോദ്യങ്ങളൊക്കെ വളരെ ഈസി ആയിരുന്നതുകൊണ്ട് എല്ലാവർക്കും ഉത്തരങ്ങൾ അയക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ദൈവവചന പഠനത്തിനായിട്ട് നിങ്ങൾക്കിത് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. തുടർന്നും ബൈബിൾ ക്വിസിൽ ഉത്സാഹത്തോടുകൂടി തന്നെ എല്ലാവരും പങ്കെടുക്കുക. നമ്മൾ 10 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ 10 പേർക്കും 1ാം സ്ഥാനം തന്നെയാണ്. ഇതിനകത്ത് സെക്കൻഡോ തേർഡോ ഇല്ല. 10 പേരും 1ാം സ്ഥാനത്ത് തന്നെയാണ്. അവരിൽ നിന്നായിരിക്കും അവസാനം നമ്മുടെ ഈ ബൈബിൾ ക്വിസിൻ്റെ വിജയികൾ 1, 2, 3 സ്ഥാനത്തെത്തുന്നവരെ കണ്ടെത്തുന്നത്. നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുന്നതോടൊപ്പം, നിങ്ങൾ വചനം പഠിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഉത്തരം അയക്കുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വന്നിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു റൂൾസ് വന്നതായിട്ട് കേൾക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കമൻറ്റ് നമുക്ക് അപ്രൂവ് ആകത്തില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സംഖ്യാപുസ്തകത്തിൽ നിന്നുള്ള നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ മോശ എത്ര പേരെയാണ് അയച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ മോശ എത്ര പേരെയാണ് അയച്ചത്? നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഒരു സ്ഥലനാമം അഗ്നിയാൽ നാമകരണം ചെയ്യപ്പെട്ടു. അവസാന 2 അക്ഷരം ഒരു വ്യക്തിനാമവുമുണ്ട്, സ്ഥലനാമവുമുണ്ട്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഒരു സ്ഥലനാമം അഗ്നിയാൽ നാമകരണം ചെയ്യപ്പെട്ടു. അവസാന 2 അക്ഷരം ഒരു വ്യക്തിനാമവുമുണ്ട്, സ്ഥലനാമവുമുണ്ട്. ഒരു ക്ലൂവും കൂടി തരാം. ഇതിന് 3 അക്ഷരമാണ് ഉള്ളത്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. 3 ക്ലൂ ഉണ്ട് ഇതിന്. ബൈബിളിൽ 2 പുസ്തകങ്ങളിൽ മാത്രം പറയപ്പെടുന്ന ഒരു വാക്കാണ്. ഇത് ഒരു ആഭരണമാണ്. അപ്പോൾ തന്നെ ഇത് ഒരു അടവുമാണ്. എങ്കിൽ എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ബൈബിളിൽ 2 പുസ്തകങ്ങളിൽ മാത്രം പറയപ്പെടുന്ന ഒരു വാക്ക്. അപ്പോൾ ഓർത്തോണം, സംഖ്യാപുസ്തകത്തിൽ ഈ വാക്കുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ ഈ ചോദ്യം ചോദിക്കില്ല. സംഖ്യാപുസ്തകം കൂടാതെ മറ്റൊരു പുസ്തകത്തിലും ഈ വാക്കുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ 2 പുസ്തകങ്ങളിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇത് ഒരാഭരണമാണ്. അതുപോലെ തന്നെ ഇത് ഒരു അടവാണ്. എന്താണ്? ചോദ്യം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ 4ാമത്തെ ചോദ്യം ഇതാണ്. മിസ്രയീം ദേശത്ത് നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെടുമ്പോൾ മിസ്രയീമ്യർ എന്ത് ചെയ്യുകയായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. മിസ്രയീം ദേശത്ത് നിന്ന് ഇസ്രായേൽ പുറപ്പെടുമ്പോൾ മിസ്രയീമ്യർ എന്ത് ചെയ്യുകയായിരുന്നു? നമുക്കിന്ന് ചേരുമ്പോൾ ചേർക്കാനില്ല. അതുകൊണ്ട് 2 ചോദ്യങ്ങൾ കൂടി തരികയാണ്. നമ്മുടെ 5ാമത്തെ ചോദ്യം ഇതാണ്. ഇസ്രായേൽ മക്കൾ ജീവൻ പ്രാപിച്ചത് എങ്ങനെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഇസ്രായേൽ മക്കൾ ജീവൻ പ്രാപിച്ചത് എങ്ങനെയാണ്? നമ്മുടെ 6ാമത്തെ ചോദ്യവും ഒരു ട്രിക്കി ചോദ്യമാണ്. എനിക്ക് 4 അക്ഷരം. ആദ്യത്തെ 2 അക്ഷരം ഒരു മനുഷ്യാവയവം. പണ്ട് കാലങ്ങളിൽ രാജ്യം ഭരിക്കുന്നവന് ഈ പേരാണ്. എങ്കിൽ എന്താണ് ആ പേര്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. എനിക്ക് 4 അക്ഷരം. ആദ്യത്തെ 2 അക്ഷരം ഒരു മനുഷ്യാവയവം. പണ്ട് കാലങ്ങളിൽ രാജ്യം ഭരിക്കുന്നവന് ഈ പേര്. എങ്കിൽ എന്താണ് ആ പേര്? ചോദ്യം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിസ്സാരമായ ചോദ്യങ്ങളാണ്. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ മറക്കരുത്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.